എന്റെ കാശിന് വിലയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ശരിക്കും ആരാ? ഞാൻ ഈ കൂപ്പിലും കാട്ടിലും പോയിട്ട് ഉറക്കൊടിച്ച് പണിയെടുക്കണം ആർക്ക് വേണ്ടിട്ടാ? എനിക്ക് നിങ്ങളെ മനസ്സിലാവണില്ല. നിങ്ങൾ ചിന്തിക്കുന്നു പ്രവർത്തിക്കണു എന്താണെന്നും എന്തിനാണെന്നും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആ കാശ് വാങ്ങിച്ചേ. അതെ, അതവൻ മനസ്സറിഞ്ഞ് നിനക്ക് വച്ചു നീട്ടിയതാ. ഈ കാശ് നീ എത്ര നിഷേധിച്ചാലും ഒരിക്കൽ നീ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നൊരു നിമിഷം വരും. 1 രൂപയ്ക്ക് വേണ്ടി തെണ്ടെടുക്കുന്നൊരു ദിവസം വരുമെന്ന് അന്ന് ഈശ്വരൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. നീ ഇപ്പൊ കാണിക്കുന്നതിനെല്ലാം അന്നേ നീ പഠിക്കത്തുള്ളേ. അന്നേ നീ ഇതിനെല്ലാം പ്രായച്ചിത്വം ചെയ്യൂ. വേണ്ട സാർ, വേണ്ട. ഇതേ അമ്മയുടെ രാജ്യ, അമ്മയുടെ ലോകം. ഇവിടെ അവര് രാജ്ഞിയായിട്ട് തന്നെ ജീവിക്കട്ടെ. അമ്മയുടെ ലോകത്തെ മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. നമ്മളെ പോലുള്ള ഭാമേ, നമ്മുടെ വീട് നശിക്കാനുള്ള പ്രധാന കാരണം നിന്റെ വാശി തന്നെ, നിന്റെ അഹങ്കാരം. ഇത്രയ്ക്കായില്ല ഭാമേ, ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചൂടെ? എല്ലാവരും കൈവിട്ട് ഇനി ആകെയുള്ളത് ഈശ്വരൻ മാത്രമാ. നിന്റെ സ്വഭാവം കാരണേ അതും സംഭവിക്കും, അതും സംഭവിക്കും. ഇനിയും കിടന്ന് അനുഭവിക്കാനേ. ചെയ്യുന്നതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഭഗവാനെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എന്നെ മനസ്സിലാക്കാനും എനിക്ക് തുണയാകാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഇന്നലെ വരെ സംഭവിച്ചതെല്ലാം എൻ്റെ അഹങ്കാരമായിരിക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നതും അതൊക്കെ കൊണ്ട് തന്നെ ആവാം. പക്ഷെ നാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നും നിന്റെ മുന്നിൽ വന്നിങ്ങനെ നിന്ന് കരഞ്ഞു പറയുമ്പോൾ നീ എനിക്കൊരു വഴി കാണിച്ചു തരാറുണ്ട്. അങ്ങനെ ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരണം ഭഗവാനെ. എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് മുന്നിൽ, എന്നെ അവഹേളിക്കുന്നവർക്ക് മുന്നിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അതിനൊരു വഴി എനിക്ക് തരണം. ശൂന്യതയിൽ നിൽക്കാൻ ഞാൻ. വലിയൊരു വട്ടുപൂജയാണ് ഈ സത്യഭാമം. അതിൽ നിന്നും എനിക്ക് കരകയറി കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ആരൊക്കെ കൈവിട്ടാലും എൻ്റെ ഭഗവാൻ എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കുക, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് തരണം നീ ഭഗവാനെ.
ഭാമേ, എന്താ രാഘവേട്ടാ? ദേ നമ്മുടെ പിള്ള കുറെ ഭഗവന്മാരെയൊക്കെ സോപ്പിട്ടേ കുറെ പ്രസാദമായിട്ട് വന്നിട്ടുണ്ട്. ചായ ഉണ്ടെങ്കിൽ അയാൾ കൂടെ എടുത്തോ. അയ്യോ വേണമെന്നില്ല സാറേ. ആ എന്നാലും അങ്ങനെ അല്ലല്ലോ. എടോ, ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ലല്ലോ. വീട്ടിൽ വരുന്നവരോടെ അതിൻ്റെതായൊരു മര്യാദ കാണിക്കണം. അത് വാടകയോടായാലും കാണിക്കണോടോ. അതാ അതിന്റെ ഒരു ശരി. കൂടുതൽ മര്യാദ കാണിക്കണമെങ്കിലേ പാല് വാങ്ങിക്കണം. ദാ, എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റോളാന്ന് ഭാമേന്നൽ പറഞ്ഞല്ലേ ഉള്ളൂ. അതറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ. ചെറിയ ബിസിനസ് സംരംഭം ചെറിയ തോതിൽ തുടങ്ങി പച്ച പിടിപ്പിച്ചെടുത്തത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അത് നല്ലൊരു കാര്യമാ. ഇതാര് ചെയ്യും? അതിനുള്ള ആളോർത്തൊക്കെ നമുക്കുണ്ടോ? പിന്നെ ഇതിനെല്ലാം പണവും മുടക്കണ്ടേ? അതിനൊക്കെ ആരുടെ കയ്യിരിക്കുന്നു? അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കൈധനമായി സൂക്ഷിച്ചിരുന്നതേ ഒരിക്കലും ചെലവാവാത്ത ആർക്കും വേണ്ടാത്ത കുറെ ദുരഭിമാനങ്ങൾ മാത്രമാണ്. പിന്നെ ഞാൻ എന്ന ഭാവവും. അതൊക്കെ എന്ന് ഭാമയുടെ മാറ്റുന്നോ അന്നേ ഭാമ രക്ഷപ്പെടത്തുള്ളൂ. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ അതിന് എതിര് പറയാന്നുള്ളത് രാഘവേട്ടനെ ഒരു ജീവിതവൃതമാക്കി എടുത്തിരിക്കുക. ശരി, ഞാനെതിര് പറയുന്നില്ല. വരുമാന മാർഗത്തിനായി ബിസിനസ്സുകൾ ചെയ്യാമെന്ന് പറയുന്നു. അതിന് പണം വേണ്ടേ? അതിനുള്ള വഴി എന്തുവാ? അതിനുള്ള മറുപടി താ നീ എനിക്ക്. അതെ, ഈ വീട് സുബൈർക്കൻ്റെതല്ലേ? ഒരൊറ്റ ലോറി ഓടിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന സുബൈർക്ക ഈ കാണുന്ന സമ്പാദ്യം എല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് തുടങ്ങിയാലും അത് രക്ഷപ്പെടാതെ ഇരിക്കില്ല സാറേ. പിള്ള ഇപ്പോഴും എന്ത് തുടങ്ങണമെന്നോ അതിനുള്ള വരുമാന മാർഗം എന്താണെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. നമുക്ക് ബ്ലോക്ക് വഴി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ലോണ് നമുക്ക് പാസ്സാക്കി എടുക്കാം. അതാവുമ്പോ തീരെ ചെറിയ മുതൽ മുടക്കിൽ അതിന്റെ ഒരു യൂണിറ്റ് ഈ വീട്ടിൽ തന്നെ തുടങ്ങാനും പറ്റും. ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുമ്പോ പലഹാരങ്ങൾ എന്തു ആകാം. അച്ചപ്പോ കുഴലപ്പോ അതല്ലെങ്കിൽ മുറുക്കോ മിച്ചറോ അങ്ങനെ എന്തും. ആദ്യം കുറച്ച് സാധനങ്ങൾ ഒന്നിച്ചെടുത്തിട്ട് ചെറിയ പാക്കറ്റിലാക്കി വിറ്റു തുടങ്ങിയാൽ മതി. അതിന്റെ വരവ് ചെലവ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നീട് അത് വിപുലീകരിച്ചാൽ മതി. ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. ശാലിനിയുടെ അമ്മേ കടയിൽ ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതിനെ അവരെ ആക്ഷേപിച്ച് ഭാമ വിളിച്ചിരുന്നൊക്കെ ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടേ. വെപ്പുകാരി, അടുക്കള റാണി, അങ്ങനെ എന്തെല്ലാം പേരുകളാ പറഞ്ഞേക്കുന്നത്. എന്നിട്ടിപ്പോ അതേ പണി ഭാമ എടുക്കാനോ? ശാലിയുടെ അമ്മ ശാരദാമ്മയ്ക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുണ്ടേ പാചകത്തില്. അതിലവർക്ക് നല്ല കൈപ്പുണ്യവും ഉണ്ട്. അവരത് തെളിയിച്ചിട്ടുള്ളതുവാ. അല്ല, ഭാമയ്ക്ക് എന്ത് പാരമ്പര്യം ഇരിക്കുന്നത് ഈ പാചകത്തിലെ? രാഘവേട്ട, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആരും അങ്ങനെ ജനിച്ചു വീഴുമ്പോ തന്നെ എല്ലാം പഠിച്ചു പാസ്സായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. ചെയ്തല്ലേ എല്ലാം പഠിക്കുക. പിള്ളേ, നമുക്ക് ഈ കാര്യം ആലോചിക്കാം. അതിനാരെയാണ് കാണണ്ടേന്ന് വെച്ചാൽ പോയി കാണുകയും ചെയ്യാം. ജോലിയല്ല ചെയ്യുന്നത്. അതൊരു കുറവായിട്ടോ കുഴപ്പമായിട്ടോ കാണാതിരുന്നാ മതി. അങ്ങനെയാണെങ്കിൽ സത്യമയ്ക്കത് താല്പര്യമാണെങ്കിൽ നമുക്കൊരു അപേക്ഷ എഴുതി ബ്ലോക്കിൽ വെക്കാം. ലോണ് കിട്ടിയാൽ അത്രയായല്ലോ. എടോ പിള്ള, താൻ ഇതിന്റെ പിന്നാലെ തൂങ്ങി നടക്കണ്ട. ഇതൊട്ട് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല.
ഈ വിപ്പനാന്നൊക്കെ പറയുന്നതേ വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കണം. അതൊക്കെ ഈ ഭാമയെ കൊണ്ട് നടക്കുവോ? രാഘവേട്ടാ, ഓ, ഞാനൊന്നും പറയുന്നില്ല. എന്താ അച്ഛൻ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്യും. ഓ, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. മുറുക്കോ കുഴലപ്പോ അച്ചപ്പോ ഇനിയിപ്പം ഹോട്ടലിൽ തുടങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ തുടങ്ങും, അതെങ്കിലും നന്നായാൽ മതിയായിരുന്നു. പിള്ളേ, നമുക്ക് തുടങ്ങാം ഇത്. രാഘവേട്ടൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഞാനേ പാഠങ്ങൾ പഠിക്കുന്ന ഒരാളാ, പഠിച്ചു തന്നെ മുന്നേറാനോ ആഗ്രഹിക്കുന്ന ഒരാളാ. നമുക്കിത് ചെയ്യാം. ജീവിക്കാൻ ഒരു വഴി നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഗതികെട്ട ഏതു പുലിയും പുല്ല് തിന്നാതിരിക്കില്ലല്ലോ. ഒരുവനൊരുവൻ മേലെയുള്ളവൻ തൊഴിലാളി, ഒരുവനൊരുവൻ മുതലാളി, മേലെയുള്ള ഞാൻ തൊഴിലാളി. ഈ ഗ്ലാസ് തുടച്ചിട്ട് ഇവിടെ ഡേ ഒന്ന് അമർത്തി തുടക്കണേ. അതിന് വേനിക്കൊന്നുമില്ല. ആ കോട കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ആശാനെ, സത്യം പറയാലോ, ആദ്യം ആശാൻ ലോറിപ്പണി എടുക്കാൻ പോകുമ്പോ ഞാനന്ന് മാനസിക ആശാനെ താഴ്ത്തിയെന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആശാന് പറ്റിയ പണി ഇത് തന്നെയാണെന്നാ. ഇതാവുമ്പോ ആശാന്റെ ആ പഴയ സ്വഭാവം പുറത്തെടുക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏത് തല്ല് വാങ്ങിക്കൂട്ടാനെ ഒരുപാട് ബലിയാളികൾ വന്ന് ചാടുന്നുണ്ട്. ആശാനും എനിക്ക് ഇടയ്ക്ക് കയ്യൊക്കെ നനക്കി പഴയ ഓർമ്മയ്ക്കൊന്ന് പുതുക്കാനും പറ്റുന്നുണ്ട്. എങ്ങനെ ആശാനെ, ഈ പൊതുവേ ലോറി ഓടിക്കുക എന്ന് പറയുന്നത് പുരുഷത്വത്തിന് മേന്മ കൂട്ടുന്ന ഒന്നല്ലേ? ഏത് അതെ അതെ, ഒന്ന് നിർത്തോ? മതി, ഇന്നത്തേക്കുള്ളതായി. ഇനി നാളെ മതി. കഴിഞ്ഞു പോവാ. നേരെ അതോടെ എത്തണം. ഒരു ഉപകാരവും ഇല്ല. തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അതല്ല കൂസലും ഉണ്ടോ? ആശാനെ നോക്കിയേ, ബലിയാടുകൾ വിടുന്ന ലക്ഷണമില്ലല്ലോ. കയ്യ അങ്ങനെക്ക് നിൽക്കരുത്. നല്ല ഓട്ടുള്ള ദിവസമാ. ഇവന്മാർക്ക് ഒരു പണിയില്ലാത്തതാ, പക്ഷെ നമുക്ക് നല്ല പണിയുണ്ടേ. അല്ലത് എന്താ വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, വരുന്ന രീതി കണ്ടപ്പോ ചോദിച്ചതാ. നീ മുതലാളിയെ സോപ്പിട്ട് ആ വീട്ടിൽ അച്ഛനെയും അമ്മയും കൊണ്ടുവന്ന് താമസിപ്പിച്ചല്ലേ? എന്റെ പൊന്ന് ചങ്ങാതി, അത് മുതലാളിയുടെ തറവാട്ട് വീടാണ്. ഇനിയിപ്പോ തങ്കച്ചൻ സാറിന്റെ അധീനതയിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിലേ നീ പലതും അറിയും. അതിനു മുമ്പ് ഞങ്ങൾ ആരൊക്കെയാണെന്നും നീ അറിയും. അതെ, ഈ ഞാൻ എവിടെയെങ്കിലും വന്ന് കുറ്റിയടിക്കണമെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ചിട്ടും ആ സ്ഥലത്ത് ഞാൻ നേരത്തെ വന്ന് അടി വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. അത് ഈ റെസ്റ്റ് ഇല്ലാതെ അടി ഉണ്ടാക്കി നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നേ. ഇപ്പൊ പിന്നെ എല്ലാം നിർത്തി രാമനാമം ജപിച്ചു നടക്കുന്ന സമയമാണേ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ തിരക്കാറുമില്ല. സ്ഥലത്തെ പ്രധാന സാറുമാരെ കുറിച്ച് അങ്ങനെ തിരക്കാറുമില്ല. അല്ല, ഇപ്പൊ എന്താ സാറുമാരെ പ്രശ്നം? അത് പറ. നീ ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെ നിന്റെ അധീനതയിലാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നതായി ഞങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ട്. തൽക്കാലം എനിക്ക് തോന്നിയിട്ടില്ല, തോന്നുകയേ ഇല്ല. കാരണം നീ എത്രയൊക്കെ വളർന്നാലും ഇത്രയൊക്കെ ആവുമെന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസിക ബോധം എനിക്കുണ്ട്. സമ്മതിക്കില്ല അല്ലേ? ഐശ്വര്യമായിട്ട് ഒരു പണി തുടങ്ങാൻ സമ്മതിക്കില്ല. എന്താ ചെയ്യാ? അതെ തങ്കച്ച, ഞാൻ വന്നിരിക്കുന്നു ജോലി ചെയ്യാനാ. അത് ഞാൻ ചെയ്യും. അതിപ്പോ സുബേർക്കല്ലാതെ മറ്റാര് തടഞ്ഞാലും ഞാൻ ചെയ്യും. അതെന്റെ മനസ്സിന്റെ ഒരു ഉറപ്പാ. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടൊരു ശീലമുണ്ട്. അതെടുക്കരുതെന്ന് ആരെങ്കിലും കർശനമായിട്ട് പറഞ്ഞാൽ ഞാൻ എടുക്കും. അതിപ്പോ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടിൽ വന്ന് പറഞ്ഞാലും ഞാൻ എടുക്കും. എന്താ ചെയ്യാ, അതിപ്പോ എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാ. പച്ച മലയാളത്തിൽ പറഞ്ഞാ തന്ത ഗുണമെന്ന് പറയും. മനസ്സിലായ? അതെനിക്ക് വേണ്ടുവോളം ഉള്ളതുകൊണ്ട് പറയാ. ഉപദ്രവിക്കരുത്. ജീവിച്ചു പൊക്കോട്ടെ. ഒരുപാട് കുഞ്ഞുകുട്ടി പരാധീനകൾ ഉള്ളതാ.
അച്ഛനും അമ്മേനും ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ എൻ്റെ തങ്കച്ചേട്ടൻ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുക. ഈ ജോലി എടുക്കാൻ പോകുമ്പോഴെങ്കിലേ ദേ ഇങ്ങനെ വഴി മുടക്കി നിൽക്കല്ലേ, വർക്കത്ത് കേടാന്നേ. അതുകൊണ്ടാ. നീ ഇപ്പൊ പണിയെടുത്തോ? പക്ഷേ ആ പിടിക്കുന്ന വളയം ഇതിനു മുമ്പ് പിടിച്ചിരുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്. അവനവന്റെ കൊച്ചന്റെ ആവശ്യത്തിന് ബാംഗ്ലൂർക്ക് പോയ ഒഴിവിലാ നീ ഇവിടെ കിടന്ന് നെകളിക്കുന്നത്. അവൻ ഏത് നിമിഷവും വരും. വന്നാൽ ഈ സ്ഥാനം അവനായിട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ടിയും വരും. എൻ്റെ പൊന്ന് തങ്കൻ ചേട്ടാ, അവൻ വരുമ്പോഴല്ലേ, അവൻ വരട്ടെ. ഈ മഞ്ഞുമഴ പെയ്യുന്ന പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴേ തയ്യാറാക്കേണ്ട കാര്യമുണ്ടോ? പെയ്യട്ടെ, പെയ്ത് കാണിക്കട്ടെ, എന്നിട്ട് അവൻ ഇതുപോലുള്ള പ്രതിരോധം. അപ്പൊ നീ ഒരു നടക്ക് പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഒരു നടക്കല്ല, ഇതുപോലെ 10 നട വന്നാലും ഒത്ത നടുക്കിൽ ഞാൻ നിൽക്കും കേട്ടാ. എവനോടൊന്നും വായ്ത്താളം പറഞ്ഞിട്ട് കാര്യമില്ല, മൂക്കിടിച്ച് പരത്തണം. എന്താന്ന്? ഹേയ്, എവിടേക്കാ? അവിടെ നിൽക്ക്. മൊയൽക്കുട്ടിക്കുള്ള തീറ്റുമായിട്ട് പുലിക്കുട്ടിയുടെ അടുത്തേക്ക് വരല്ലേ. വന്ന പുലിക്കുട്ടിയുടെ കുണം കാണിക്കും. തങ്കച്ച, ഞാൻ പറഞ്ഞു, നീ എന്റെ തണ്ടിയല്ല. നിന്റെ ഈ തണ്ടയുടെ എന്റെ അടുത്ത് ചെലവാകൂല കേട്ടാ. ഈ അടവും തടവും ഞാൻ പഠിച്ചിറങ്ങിയതേ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നല്ല, കുരുത്തോല പള്ളിക്കൂടത്തിന്നാ കേട്ടാ. ഹരിശ്രീ എഴുതാൻ പഠിപ്പിക്കുന്ന എഴുത്തോല പള്ളിക്കൂടത്തിന്ന്. എങ്ങനെ നോക്കിയാലും അടിതടവിന്റെ കാര്യത്തിൽ സീനിയർ ഞാൻ തന്നെയാടാ തങ്കൻ ചേട്ടാ. അത് ഈ കൂടെ നടക്കുന്നവന്മാരോട് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ഇവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ലേ, ക്ഷമിച്ചുകളാ. അച്ഛനെ വന്ന് വണ്ടി കയറി, നമുക്ക് ഓട്ടം പോകാനുള്ളതാ. ഇനി നീ എന്റെ വഴിക്ക് വന്ന തങ്ക, നീ അറിയും ഞാൻ ആരാന്ന്. ഇത് ആശന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടോ. പോകച്ചിന് മാറാൻ കുറച്ച് സമയം എടുക്കും. ആശാനെ കുറിച്ച് അറിയാനിട്ടാ. ആശൻ ശരിക്കും ആരാണെന്നറിയോ? ആരായാലും എനിക്കെന്താണ്, മജിസ്ട്രേറ്റ് ഒന്നും അല്ലല്ലോ. ആണോ? ആണോ? ഡേയ്, അതുക്കും മേലെയാന്ന് വിചാരിച്ചോ? മജിസ്ട്രേറ്റിനെ ശിക്ഷ വിധിക്കാനേ കഴിയൂ, ഈ വിഷ്ണുവിനത് നടപ്പിലാക്കാനും കഴിയും. അതുകൊണ്ടേ തങ്കൻ ചേട്ട ഊതല്ലേ കേട്ടാ. കവന വന്ന് കയറണ. വരട്ടെ. എടാ ചാവാതെ മാറി പോടാ. ഒരുവൻ മുതലാളി, കൂടെയുള്ളവൻ തൊഴിലാളി. ആശാനെ, ഇവന്മാര് മാറുന്നില്ലല്ലോ. കയറ്റി കൊല്ലണ്ടേ വരുമോ? നോക്കാടാ. മാറാ. നമസ്കാരം സാർ. BO രഘുനന്ദൻ സാറാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇത് സത്യാമ്മ. നമസ്കാരം. സത്യാമ്മയ്ക്ക് കുടിവ്യവസായം പോലെ പലഹാരങ്ങൾ പാക്കറ്റിലാക്കി വിൽപ്പന നടത്താൻ വേണ്ടി ഒരു യൂണിറ്റ് തുടങ്ങാൻ ധനസഹായം വല്ലതും കിട്ടുമെന്നറിയാനാ ഞങ്ങൾ രഘുനന്ദൻ സാറിനെ കണ്ടത്. അപ്പോൾ സാറാ പറഞ്ഞത് സാറിനെ ഒന്ന് കണ്ടാൽ മതിയെന്ന്. എന്തെങ്കിലും മാർഗമുണ്ടോ സാറേ? എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? സർ, പെട്ടെന്ന് കേടുവരാതിരിക്കുന്ന ശുദ്ധമായ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ. അതിപ്പോൾ അരിയുണ്ട മുതൽ മുറുക്ക് വരെ ഉണ്ടാവും.
അവലോസ് പൊടി, അവലോസ് ഉണ്ട, അങ്ങനെയുള്ളതൊക്കെ ആ വകപ്പെടുത്താം. ഇപ്പറഞ്ഞതെല്ലാം നിലവിൽ ഈ ബ്ലോക്കിന്റെ കീഴിൽ ബ്ലോക്കിന്റെ തന്നെ ഫണ്ടിൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് നിലവിലുണ്ട്. അതവർ ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട്. പുതിയ ആപ്ലിക്കേഷനൊന്നും ഇവിടെ ഇപ്പൊ സ്വീകരിക്കുന്നില്ല. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു പുതിയ ആളിനത് നടത്താനുള്ള അവസരം നൽകിക്കൂടെ സാറേ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തണമെങ്കിൽ നിലവിൽ നടത്തി വരുന്നവരിൽ നിന്നും എന്തെങ്കിലും രീതിയിൽ ഒരു പരാതി വരണം. ഇതിപ്പോ ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങളായി വളരെ സൗഹാർദ്ദപരമായി നടത്തുന്ന ഒരു യൂണിറ്റാണ് അവരുടേത്. പിന്നെ ചെയ്യാവുന്നത് അവരുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് നടത്താൻ പറ്റുക എന്നതാണ്. എന്നാ പിന്നെ ആ വഴിക്കൊന്ന് ചിന്തിച്ചാലോ സാറേ? അവരുമായിട്ടൊന്ന് സംസാരിച്ച് കുറച്ച് നാളത്തേക്കെങ്കിലും അത് നടത്താനുള്ളൊരു സമ്മതം കിട്ടിയാൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ സമ്മതം വാങ്ങി വാ. അവർ സമ്മതിച്ച ഫണ്ട് തരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സർ, അതിപ്പോ നടത്തുന്നത് ആരാ? കുടുംബശ്രീ ഹോട്ടലിൽ നടത്തുന്ന ഒരു ശാരദ.